ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇന്ന് ഭയങ്കര മഞ്ഞാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ. ഞങ്ങളുടെ ഇവിടെ മല സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ ദോശയാണ് കേട്ടോ. ദോശയും തക്കാളി ചമ്മന്തിയാണ്. അപ്പം ഞാൻ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. സവാള ആദ്യം വഴറ്റിയെടുത്തു. അതിന് ശേഷം ഞാൻ തക്കാളിയും കൂടെ ഇട്ടിട്ട് തക്കാളി സവാളയും കൂടെ വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാനത് അടിച്ചെടുക്കുകയാണ്. നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിലുള്ള ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇത് കഴിപ്പിക്കാൻ പെടുന്ന പെടാപ്പാട് ഫോണൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ആൾ കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആൾ കഴിക്കില്ല. ഫോൺ കൊടുക്കണത്ര നല്ലതല്ല എന്നറിയാം. എന്നാലും എന്താ ചെയ്യുക, 2 വായ കഴിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഫോൺ വെക്കാൻ പറഞ്ഞതിന് വഴക്ക് പിടിച്ചിട്ട് പോവുകയാണേ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അപ്പായിക്ക് തല ചീകി കൊടുക്കട്ടെ 2 പേരും കൂടെ. അങ്ങനെ മക്കൾ 2 പേരും സ്കൂളിൽ പോകാനായിട്ട് അവരെ കൊണ്ട് ബസ് കയറ്റി വിടാൻ കൊണ്ട് വിട്ടു. ഇപ്പം ഉച്ചത്തേന് പയറാണ് കേട്ടോ. വൻപയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇന്നലെ തലേദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് കഴുകി ഇനി കുക്കറിലിട്ട് 2 വിസിൽ അടുപ്പിക്കുമ്പോഴത്തേനും അത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് കുക്കറിലിട്ട് വെക്കട്ടെ കേട്ടോ. പയർ അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും കറണ്ട് പോയിട്ട് പിന്നെ എൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ തൈര് ഒഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി എടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പം ഞാനത് മുഴുവൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പച്ചത്തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് തൈരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ തൈര് ഞാൻ ഒരു കവർ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
നമുക്കത് കടുക് പൊട്ടിച്ച് കൊടുക്കണം. കുറച്ച് ഉള്ളിയും കടുകും ജീരകവും കൂടി പൊട്ടിച്ചിട്ട് ഞാൻ ഉള്ളിയുമായിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എരിവിന് വേണ്ടിയിട്ട്. വേറെ പച്ചമുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടി അധികം ചേർക്കുന്നുണ്ട്. അതേ നമ്മുടെ വഴുതനങ്ങ തരിക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, ചോറിനത് നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ ടാറ്റാ.